ഈ ചില സമയമൊക്കെ ദാസാറിനെ കൊണ്ട് റെക്കോർഡ് ചെയ്യിച്ച് കേട്ട് കഴിയുമ്പോൾ ഒരു ഒരു അനുഭവമായിരിക്കില്ലേ, അതൊരു ഒരു സുഖം. ഹെഡ്സെറ്റ് ഒക്കെ വെച്ച് നമ്മൾ ആസ്വദിക്കുന്ന സമയത്ത് സാർ എപ്പോഴെങ്കിലും ഒക്കെ അത് വിചാരിച്ചിട്ടുണ്ടോ, ഓ ഈ മനുഷ്യൻ ഇത് പാടിക്കഴിഞ്ഞപ്പോൾ ഇത്രയും മാറില്ലേ? ഇപ്പൊ യവന കഥയിൽ ഞാൻ പറഞ്ഞില്ലേ, അത് തന്നെ ആ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ മനുഷ്യൻ ഇല്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു ആ പാട്ടിന് അത്രയും ഭാവം കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പറ്റൂല. അത് ആ ശബ്ദത്തിൽ തന്നെ കേൾക്കണം, ആ ശബ്ദത്തിൽ, ആ ഭാവത്തിൽ. അതിലൊന്നും ദർ ഈസ് നോ വേറെ പകരം വെക്കാനില്ല എന്ന് തന്നെ പറയും. മ്യൂസിക് ഡയറക്ടേഴ്സ് ഇപ്പോൾ ആഘോഷിക്കപ്പെടുന്നത് പലപ്പോഴും ഇൻസ്റ്റയിലാണ്. ഇൻസ്റ്റയിൽ ചില പാട്ടുകൾക്ക് തിരിച്ചുവരവുണ്ട്, പല പാട്ടുകളും ഭയങ്കരമായിട്ട് ഹിറ്റ് ആവാറുണ്ട്. ഇടയ്ക്ക് ചിലരൊക്കെ കവർ പാടിയത് തന്നെ ഒരു 2 വർഷം കഴിഞ്ഞിട്ട് ചിലപ്പോൾ അത് സൂപ്പർ ഹിറ്റ് ആയിട്ടുണ്ടാവും. അപ്പൊ യൂട്യൂബ് നമ്മൾ നോക്കിയാൽ മനസ്സിലാവും ഇതിന്റെ വ്യൂവർഷിപ്പ് അങ്ങ് കയറുക, കുത്തി കയറി വരും. അപ്പൊ നമുക്ക് മനസ്സിലായി ഇൻസ്റ്റയിലാണ് ഇത് ഭയങ്കര. പലപ്പോഴും ഒരുപാട് പാട്ടുകൾ പാടുന്നുണ്ട്, ഒരുപാട്. പക്ഷേ ആദ്യം ഞാൻ ഞെട്ടിപ്പോയത് ഒരു പയ്യൻ ഗിറ്റാർ നിന്ന് വായിച്ചിട്ട് ആഗതനിലത്തെ ഒരു പാട്ട്. അപ്പം ഞാൻ തന്നെ എനിക്കും മനസ്സിലാവുന്നില്ല. അപ്പം ഞാൻ എൻ്റെ വൈഫിനെ കേൾപ്പിച്ചു. അപ്പോൾ വൈഫ് ഇത് ഏത് പാട്ടാണ്, ഇത് ഏത് ചേട്ടൻ്റെ പാട്ട്? കാരണം ഇത് അനുപല്ലവി എന്നാണ് തുടങ്ങിയിരിക്കുന്നത്. ചൈത്രം സ്വപ്നം ചാലിച്ചെഴുതിയതാണെന്നോ ഉഷസിൻ സൗഹൃദമേ നിന്റെ ചിത്രം ഇതുവരെ എന്തേ കണ്ടില്ല ഞാൻ ഹൃദയത്തിൻ കാരുണ്യ സ്വരരാഗപരാഗങ്ങൾ നിന്നിലെ നീഹാര ബിന്ദുവിൽ ഞാൻ തിങ്കളായി വന്നൊളിച്ചിരിക്കാമെന്നും ഞാൻ കനവിൽ കണ്ടൊരു സ്നേഹിതൻ ഇവനാണല്ലോ. ഇതിപ്പോൾ ഞാൻ പാടുന്നത് എനിക്കിപ്പോൾ പാടാൻ പറ്റുന്നില്ല, ടു ഓൾഡ് ടു സിങ് ദിസ് സോങ്. പക്ഷേ ഈ പിള്ളേരെ എന്തൊരു ഫീലിലാണ് അത് പാടുന്നതെന്നറിയാം, കണ്ണും മൂടിയ പാടുന്നത്. സോ ഐ എം സോ ഹാപ്പി. നമുക്ക് സന്തോഷമില്ല നമ്മുടെ ക്രിയേഷൻസ് ഇത്രയും ഇങ്ങനെ ഒരുപാട് പാട്ടുകളുണ്ട്, ഒരുപാട് പേര്. അതിൽ ഈ അഴലിന്റെ ആഴങ്ങളിൽ ഇതിങ്ങനെ റിപ്പീറ്റ് ഇൻസ്റ്റയിൽ വന്ന് ഹിറ്റായി പോകുന്ന പാട്ടുകളിലൊന്നാണ്. അതേപോലെ വേനൽപ്പുഴയിൽ തെളിനീരോ എന്ന് പറഞ്ഞ വേനൽപ്പുഴയിൽ തെളിനീരോ, അതും ഈ ഇൻസ്റ്റ പാട്ടുകൾക്ക് പറ്റിയ പാട്ടാണത്. അത് ഇൻസ്റ്റയിൽ വന്ന് ഹിറ്റായി പോകും. വേറൊരു പാട്ടും കൂടി ഉണ്ട് ഇൻസ്റ്റയിൽ വന്നത്, അത് ഈ അടുത്ത കാലത്ത് വന്ന് ഇൻസ്റ്റയിലാണോ അത് യൂട്യൂബിൽ വന്ന് ഹിറ്റായതാണ്. മറ്റേ പഞ്ചവർണ്ണക്കുളിരേ, അതും അതിൻ്റെ അനുപല്ലവിന്ന് ആണ് പാടി വരുന്നത്. ഞാൻ എനിക്കങ്ങനെ ഇതിൽ പ്രത്യേകിച്ച് അവർ ആ ഒറിജിനൽ പാട്ടിൻ്റെ പോലെ ബാക്ക്ഗ്രൗണ്ട് ചെയ്ത് പാടിയില്ല എന്നൊക്കെ പലരും കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ട്. എന്തിനാണ് അതൊക്കെ ഉണ്ടല്ലോ, ഒറിജിനൽ ഉണ്ടല്ലോ നമുക്ക്. പിന്നെ ഇതിന് ഇവർ പാടുന്നത് ഒറിജിനലും മനോഹരമായിട്ട് പാടി റെക്കോർഡ് ചെയ്ത് ഫ്ലൂട്ടും ഗിറ്റാറൊക്കെ വായിച്ചിട്ടുണ്ട്. റിക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഫീലല്ലേ നമ്മൾ എടുത്തിട്ട് അതിൻ്റെ മറ്റ് ഇൻ്റർപ്രിട്ടേഷൻസ് നമ്മൾ ഈ വെസ്റ്റേൺ ക്ലാസിക്കൽ മ്യൂസിഷ്യനെ കാണും. ഒറിജിനൽ ഒരു കമ്പോസർ ബിത്തോവനോ ബാക്കോ ഒരു മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുണ്ടാവും, വയലിനായാലും ഫ്ലൂട്ടായാലും എന്തായാലും. അത് വേൾഡ് ക്ലാസ് ആൾക്കാർ വായിക്കുമ്പോൾ എന്തൊരു വ്യത്യാസത്തിലാണെന്നറിയോ അവർ ആ മ്യൂസിക്. ഓരോരുത്തരുടെ റെൻഡിഷനാണ്, ഇൻ്റർപ്രിട്ടേഷൻ എന്നാ പറയാം. സോ ദാറ്റ് ഈസ് അലൗഡ് ദർ. വൈ നോട്ട് വി ഡു ദാറ്റ്? വൈ കാൺ വി ഡു ദാറ്റ്? ഞാനതിനെ ആക്സെപ്റ്റ് ചെയ്യുന്ന ആളാണ്. സോ ഐ ലവ് അങ്ങനത്തെ പഴയ പാട്ടുകൾ, ഒരുപാട് പാട്ടുകൾ അങ്ങനെ തിരിച്ചു വരുന്നത്. ഈ ചില പാട്ടുകൾ പാടാൻ ബുദ്ധിമുട്ടാണെന്ന് സാധാരണക്കാർക്ക് തോന്നും, പക്ഷെ യഥാർത്ഥത്തിൽ അത് മ്യൂസിക് അറിയുന്നവരെ സംബന്ധിച്ചിടത്തോളം അതായിരിക്കില്ല. ഇപ്പോൾ ഇടയ്ക്ക് ഹരീഷ് ശിവരാമകൃഷ്ണൻ തന്നെ എഴുതി കണ്ടു, ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ രവീന്ദ്രൻ മാഷിൻ്റെ ഏത് കടുപ്പപ്പെട്ടതെന്ന് വിചാരിക്കുന്ന ശ്വാസം പിടിച്ച് പാടുന്ന പാട്ടുകളും നിങ്ങൾക്ക് പാടാൻ പറ്റും. പക്ഷെ നിങ്ങൾ നിറങ്ങളെ ഒന്ന് ട്രൈ ചെയ്തിട്ട് അത് പാടാൻ ശ്രമിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുക. അതാണ് ബുദ്ധിമുട്ടുള്ള പാട്ട്. മറ്റേത് ബുദ്ധിമുട്ടുള്ള പാട്ട്, രാമകഥയൊക്കെ നിങ്ങൾക്ക് പാടാൻ പറ്റും. പക്ഷെ ഇതാണ് ശരിക്കും ബുദ്ധിമുട്ടുള്ള പാട്ട്. ഏറ്റവും കൂടുതൽ കൈയടി കിട്ടുന്നത് എപ്പോഴാണെന്നറിയോ? ഭയങ്കര ഹൈ പിച്ചിൽ, വെറുതെ ഹൈ പിച്ചിൽ പാടുന്ന അത്ര വലിയ കാര്യമൊന്നുമില്ല. അവന് ലോ പിച്ചിൽ പാടാൻ പറ്റില്ല. അപ്പം എന്ന് പറഞ്ഞിട്ട് നിർത്തി ഭയങ്കര ശബ്ദത്തിൽ ഹൈ പിച്ചിൽ പാടാം. അത് ഏറ്റവും സിമ്പിളസ്റ്റ് ഫോമാണ്, അതിനൊരു ബുദ്ധിമുട്ടില്ല. പക്ഷെ കേൾക്കുന്നവർക്ക് അതെന്തോ മലമറിച്ചിടുക എന്ന് തോന്നും, എന്നിട്ട് കൈയടിക്കും. എന്തൊരു അവസ്ഥയാണല്ലേ. അല്ലെങ്കിൽ ശ്വാസം പിടിച്ചു
ഇതിൻ്റെ ഇരട്ടി ഞാൻ പിടിക്കുമായിരുന്നു. ഇങ്ങനെ ഇതൊരു കഴിവല്ലല്ലോ, ഇത് നമ്മുടെ ഒരു ശാരീരികമായിട്ടുള്ള ഒരു കപ്പാസിറ്റിയാണത്. അതൊരു സംഗീതപരമായിട്ടൊരു കഴിവില്ല അതിൽ. ഈ കയ്യിൽ പാടുന്നതിനും ഈ ശ്വാസം നീട്ടിപ്പിടിച്ച് ഒരൊറ്റ ശ്വാസത്തിൽ നിർത്താണ്ട് നിർത്തി കയ്യടി വാങ്ങിക്കുന്നു. അത് കയ്യടി വാങ്ങിക്കാൻ വേണ്ടി അങ്ങനെ പാടരുതെന്ന് ഞാൻ പറയും. ദാറ്റ്സ് ബാഡ്. പക്ഷെ ജനത്തിനെ സന്തോഷിപ്പിക്കണമല്ലോ, അതുകൊണ്ട് അങ്ങനെ അതിന് വേണ്ടിയിട്ട് ആയിക്കോട്ടെ. പക്ഷേ ചിലത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് കമ്പോസിങ് ആയിരിക്കും. പക്ഷെ അതിൻ്റെ കോംപ്ലിക്കേഷൻ അത് അതേപോലെ പാടാൻ ശ്രമിക്കുമ്പോൾ, ഈ നിറങ്ങളെ എന്ന് പറഞ്ഞ പാട്ട് ഞാൻ ഫുള്ളായിട്ട് വയലിനിൽ പ്രാക്ടീസ് ചെയ്തതാണ്. എനിക്ക് അതിൻ്റെ ആ ഒരു കോംപ്ലിക്കേഷൻ ഞാൻ എന്നിട്ട് ഏതോ ഒരു ഇതിൽ ഒരു മറ്റേ ഐഡിയ സ്റ്റാറിലിരിക്കുമ്പോൾ ഞാൻ വെറുതെ വയലിനിൽ കൈപിടിച്ചിട്ട് ആ പയ്യൻ അത് പാടുമ്പോൾ അതിൽ സംഗതികൾ ശരിയായില്ല, ഞാൻ ആ പാട്ട് വയലിനിൽ വായിച്ചു കൊടുത്തു. ഇറ്റ് ഈസ് ദർ ഓൺ ദ ട്യൂബിലുണ്ടാവും, യൂട്യൂബിലുണ്ടാവും. ഐ ജസ്റ്റ് പ്ലേഡ് ദാറ്റ് പാട്ട്. പക്ഷെ അത് പ്രാക്ടീസ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് ഇറ്റ് ഈസ് സോ ടഫ്. പക്ഷെ ആരും അത് ശ്രമിക്കാത്തതുകൊണ്ട് പിന്നെ അറിയുമ്പോഴാണ് കൂടുതൽ ടഫ്നെസ്. നമ്മൾക്കിത് ആഴം, സംഗീതം കൂടുതൽ പഠിക്കും തോറും നമുക്ക് കൂടുതൽ ടഫായിട്ട് തോന്നും. സംഗീതം പഠിച്ചില്ലെങ്കിൽ എല്ലാം എളുപ്പമാണ്, എല്ലാം ജനഗണമന വരെ പാടാം. ഞാൻ എനിക്ക് തമാശ പറയാം. ഫാസിൽ സാറിൻ്റെ അവിടെ കമ്പോസിങ്ങിനെ, ഫാസിൽ സാറിൻ്റെ അസോസിയേറ്റ് പെങ്ങളുടെ മകൻ ഷാജിൻ, പിന്നെ ഒരു ബിജു, ഇവരൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനും ഇങ്ങേരും രമേശൻ സാറും. അപ്പം ഞാൻ ഏതൊരു പാട്ട് പുതിയൊരു ട്യൂൺ എടുത്താലും ഇവൻ വന്നിട്ട് പറയും ഇത് ജനഗണമന പോലെ. എന്നിട്ട് ആ ജനഗണമനയുടെ ട്യൂണിൽ ഇത് അങ്ങോട്ട് പാടും. അത്യാവശ്യം കുറച്ച് പാടുന്നതിനാ ജനഗണമന. അപ്പോൾ ഇയാൾ നമ്മുടെ അങ്ങേരെ എഴുതണമല്ലോ, മാറ്റി ട്യൂൺ മാറ്റി എഴുതണം. അങ്ങേരെ ഇപ്പം നമ്മുടെ രമേശൻ സാറ് ഇങ്ങനെ കൊണ്ട് തോറ്റു, ഇത് പോണോ തൻ്റെ ജനഗണമനയും പറഞ്ഞിട്ട്. നമ്മൾക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാട്ട് ഓക്കെ വരുമ്പോൾ എല്ലാവരും തലയാട്ടിയിട്ട് വരുമ്പോൾ ഇത് ജനഗണമനയുടെ ചായ ഉണ്ടെന്ന്. എന്താണ് അവിടുത്തെ ഒരു ജനഗണമനയുടെ ചായ? എന്നിട്ട് അത് പാടുകയും ചെയ്യും ജനഗണമന. ഏത് പാട്ട് ഏത് ട്യൂണിലും പാടാം, ഒപ്പിച്ച് പാടാൻ പറ്റും. ഏത് താളവും തിസ്രത്തിലും പാടാം, ചതുരത്തിലും പാടാം. അതങ്ങനെ തന്നെ 7/8 ആക്കാം, 5/8 ആക്കാം, സങ്കീർണം, കണ്ടം, എല്ലാത്തിലും മാറ്റി പാടാം. കുറച്ചൊക്കെ വാക്കുകൾ അവിടെ ഇവിടേക്ക് വ്യത്യാസപ്പെടുത്തിയാൽ എന്ന് പറഞ്ഞ പോലെയുള്ള ഒരു സംഭവമാണ്. സർ, ടഫസ്റ്റ് എന്ന് തോന്നുന്ന രീതിയിൽ സിനിമാറ്റിക് സിറ്റുവേഷൻ സൃഷ്ടിച്ചതാണ് നമ്മുടെ സമയമിത അപൂർവ സായ. അതെ. അത് ശരിക്കും കുഞ്ചാക്കോയ്ക്കും അതൊരു ഭയങ്കര ഹൈപ്പും കൂടെ ആയിരുന്നു ആ പടത്തിൽ. അത് ഭയങ്കര രസമായിട്ടാണ് അതിനകത്ത് വന്നേക്കുന്നത്. അപ്പോൾ അത്തരം സാധനങ്ങൾ ചെയ്യുന്ന സമയത്ത് ഒരു സിനിമാറ്റിക് പോർഷനാണ് അതിനകത്ത് വേണ്ടത്. ഇങ്ങനെ ഒരു താളം ഇങ്ങനെ ചടുലതയൊക്കെ. അതായത് ആക്ച്വലി ശബ്ദം, പാട്ട് പാടിക്കൊണ്ടിരിക്കെ ശബ്ദം നിന്നുപോയ ഒരുത്തന് ശബ്ദം തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു വലിയൊരു സംഭവമാകണം. ഈ വലിയ സംഭവം അവിടെ വേറെ എന്തെങ്കിലും ചെയ്താലും ആവും. എന്തെങ്കിലുമൊക്കെ ഒരു കസർത്ത് കാട്ടിയാൽ ശബ്ദം തിരിച്ചു വരാം. അല്ലെങ്കിൽ ജനങ്ങൾക്ക് അത് ശബ്ദം തിരിച്ചു കിട്ടാൻ മാത്രം പര്യാപ്തമായിട്ടുള്ളൊരു സാധനമാണ് പാടിയെന്ന് തോന്നാം. പക്ഷെ ഞാൻ ഉണ്ടാക്കിയപ്പോൾ ശരിക്കും അതൊരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ളൊരു സാധനമായിപ്പോയി. അതിന് കാരണം മമ്മൂക്ക പറഞ്ഞു എൻ്റെ അടുത്ത്, അത് അവസാനിപ്പിച്ച പെട്ടെന്നൊന്നും ആരും പാടാൻ പറ്റരുത് അങ്ങനെ. അപ്പം ഞാനത് സത്യസന്ധമായിട്ട് എടുത്തു അതിൻ്റെ. കാരണം നമ്മൾക്ക് കുറച്ചൊക്കെ പഠിച്ച് കുറച്ചൊക്കെ അറിയാവുന്നതുകൊണ്ട് ഞാൻ തകച്ചുകൊണ്ട് പസനിത്ത തകതരിത്ത ജോ നിതമ തകത്തോ മകരിസ തകിട്ട പാസ തകത്തിമി ഗാമ തരികിട സാഗ തകതരിത്ത ചോം പാസ മകരിസ തോം കുക്കുന്തരിത്തമ്മ. അപ്പൊ ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വരജതി എന്ന് പറയും. സ്വരജതിക്ക് ആർക്ക് വേണം അവിടെ? ചാക്കോച്ചൻ 10 വായുകൊണ്ട് സംസാരിക്കും. ഇങ്ങനെ ഒരു സാധനം അവിടെ ഉണ്ടാക്കി. ഇത്രേ വേണ്ടു അവിടെ. അതിന് പകരം തകച്ചുണ്ട് പസനിത്ത തകതരിത്ത ചോം. ഇതിൽ വരെ ഡിവിഷൻ. ഒരാളിത് പാടുന്നു സ, ഒരാള് തകച്ചോണു ലാല് തകതരി സ തകച്ചോണു. അപ്പൊ പസനിത തകതരിത്ത ചോം. അങ്ങനെയൊന്നും ഡിവൈഡ് ചിന്തിക്കേ വേണ്ടത് പറ്റില്ല. അത് പിന്നെ രണ്ടുപേരും കൂടിയിട്ട് എന്തോ എഫക്റ്റീവ്. പക്ഷെ ആ പാട്ടിൽ അത് നല്ലൊരു എലമെന്റാണ്.
നല്ല ആദ്യമായിട്ടാണ് ഒരു സ്വരജതി മലയാള സിനിമയിൽ വന്നതെന്ന് എനിക്ക് തോന്നുന്നത്. സ്വരജതി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നീടൊക്കെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നീട് പലരും ചെയ്തിട്ടുണ്ട് സ്വരജതി. ഇങ്ങനെയുള്ള സിനിമാറ്റിക് ആയിട്ടുള്ള ഒരുപാട് സിറ്റുവേഷൻസ് കിട്ടട്ടെ. ഇപ്പൊ അടുത്ത കാലത്ത് ശ്യാമപ്രസാദ് സാറിന്റെ കാഴ്ചയിലും പാട്ടും ഞാൻ ശ്രദ്ധിച്ചിരുന്നു. നല്ല പാട്ടായിരുന്നു. ആ സിനിമയ്ക്ക് യോജിക്കുന്ന ഒരു പാട്ടും കൂടെ ആയിരുന്നു. അപ്പൊ അത്തരത്തിൽ ഒത്തിരി പാട്ടുകൾ ഇനിയും ചെയ്യാൻ അവസരം ഉണ്ടാവട്ടെ. ദൈവാനുഗ്രഹം പോലെ എല്ലാം നടക്കും. അതെ, തീർച്ചയായിട്ടും. ഇത്രയും നന്നായിട്ട് പാടി തന്നെ സാർ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എനിക്ക് പാടാനൊന്നും അങ്ങനെ എന്താ പറയാ, പഴയ പോലെ ഒരുപാട് പണികൾ തലയിലേക്ക് എടുക്കുന്നുണ്ട്. എൻ്റെ മെയിൻ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് ഒരു പടം ചെയ്യാൻ ഒരു പാട്ട് ചെയ്യാൻ നമുക്ക് 2 ദിവസം മതി. ഇന്ന് എനിക്ക് 1 മാസം വേണം. കാരണം എല്ലാ പണിയും ഞാനാണ് ചെയ്യുന്നത്. അതിൻ്റെ ഫൈനൽ മിക്സ്, മാസ്റ്ററിങ് മിക്സ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മളൊരു എൻജിനീയറെ ഏൽപ്പിക്കുന്നത്. അത് ഒരു ടെക്നിക്കലായിട്ടൊരു ഫൈൻ ട്യൂൺ ചെയ്യാൻ. അപ്പോൾ അത്രയും ദൂരം നമ്മൾ ഈ സാധനം ഡെയിലി ഇരുന്നിട്ട് പിന്നെ ഇതിന് ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ള മനസ്സിലൊരാഗ്രഹം. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കമ്മിറ്റ്മെൻറ്റ് ഫുൾ അതിലാണ്. ഫുൾ ടൈം കാലത്തെ എനിക്കിപ്പോൾ 6 മണിക്ക് എനിക്ക്, ചിലപ്പോൾ 5:30 എനിക്ക് കഴിഞ്ഞാൽ നേരെ സ്റ്റുഡിയോയിൽ പോകും. അല്ലെങ്കിൽ നടക്കും 1 മണിക്കൂർ. നടന്നു കഴിഞ്ഞാൽ പിന്നെ വന്ന് കിടന്ന് ഉറങ്ങാനൊക്കെ പറയും വൈഫ്. ഉറങ്ങേണ്ട സമയം നേരത്തെ എനിക്ക് ഇപ്പോൾ രാത്രി 12 മണിക്ക് കിടന്നിട്ട് 4:30 5 മണിക്ക് കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ 4 മണിക്കൂറല്ലേ ഉറങ്ങാൻ കിട്ടുന്നുള്ളൂ. അപ്പം നടന്നോ, നല്ലതാണ്. നടന്നിട്ട് വീണ്ടും വന്ന് ഉറങ്ങിക്കൂടെ. മനസ്സിൽ മുകളിലേക്ക് പോയാലാണ് എനിക്ക് എനർജിയും സന്തോഷവും. അപ്പം അതിനവിടെ പോകും. അപ്പം അങ്ങനെ ചെയ്ത് ഇപ്പോൾ ആൾക്കാർ പെട്ടെന്ന് വയലിൻ വായിക്കാൻ പറഞ്ഞാൽ എനിക്ക് പറ്റില്ല. കാരണം ഐ ഡോണ്ട് ടച്ച് വയലിൻ. വയലിൻ വായിക്കണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരാഴ്ച ഞാനത് പ്രാക്ടീസ് ചെയ്യണം. അങ്ങനെ എളുപ്പം നടക്കുന്ന, ഇപ്പം നടക്കാൻ നമുക്ക് പറ്റുന്നുണ്ട്. നമ്മൾ ഡെയിലി നടക്കുന്നുണ്ടല്ലോ. പാട്ട് പിന്നെയും പാടാം. കാരണം നമ്മൾ സംസാരിക്കുന്നത് ഇവിടെ എക്സസൈസാണ്. ഡെയിലി നമ്മൾ മിണ്ടാതിരിക്കുന്നില്ലല്ലോ. അപ്പം അതുകൊണ്ട് എന്തെങ്കിലും. പക്ഷെ വയലിൻ അങ്ങനെ വായിക്കാൻ പറ്റില്ല. പക്ഷെ പാട്ടിനുമുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കതൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പം നമ്മൾ തമ്മിലിപ്പം സംസാരിക്കുമ്പോഴും മേലെ എൻ്റെ സ്റ്റുഡിയോയിലുള്ള പണിയുടെ ബാലൻസിൻ്റെ ഒരു ക്രിയേഷൻ ഇവിടെ കിടന്ന് നടക്കുന്നുണ്ട് കേട്ടോ. റീ റെക്കോർഡിങ് നടക്കുന്നുണ്ട് ഇവിടെ. സോ ദാറ്റ് ഈസ് ബേസിക്കലി ദ പ്രോബ്ലം. പിന്നെ നിങ്ങൾ വന്നു ആ ഒരു ഇറ്റ്സ് എ ഫൺ ആൻഡ് യു ആർ ഡൂയിങ് ഇറ്റ്സ് വെരി നൈസ്. കാരണം പാട്ടിനെ കുറിച്ച് ഇത്രയും നന്നായിട്ട് മനോഹരമായിട്ട് വരികൾ ഓർത്ത് വയ്ക്കുക, എല്ലാ പാട്ടുകളും ഓർത്തിരിക്കുക, ഇതൊക്കെ ഒരു കലയാണ്. അതൊക്കെ യു ആർ ബ്ലെസ്ഡ് ഫോർ ദാറ്റ്.